ഹലോ എവ്രി വൺ. ഇന്നത്തെ റെസിപ്പി നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ജിലേബി ഉണ്ടാക്കാമെന്നതിനെ പറ്റിയാണ്. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഉഴുന്നരച്ചതാണ്. ഇനി ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അല്ലെങ്കിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉഴുന്നിന് പകരം മൈദ യൂസ് ചെയ്തിട്ട് വേറൊരു റെസിപ്പി ഉണ്ട്, അതും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു കപ്പ് ഉഴുന്ന് അരച്ചത്, ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്, ജസ്റ്റ് അരയാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് അരയ്ക്കുക. കുറച്ച് കട്ടി ഉണ്ടാവണം ആ അരച്ച മാവിന്. അതുകൂടാതെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോറും 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഓറഞ്ച് ഫുഡ് കളറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് കളർ വേണ്ടെങ്കിൽ കളർ യൂസ് ചെയ്യണ്ട, കളർ യൂസ് ചെയ്യാതിരിക്കലായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യം ചെയ്യേണ്ടത് ജിലേബി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിപ്പ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ ഒരു പകുതി നാരങ്ങയും പിഴിഞ്ഞ് ഒരു 3-4 ഏലക്കയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കയ്യിലിടുമ്പോൾ ഒരു നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ അത് ഓഫ് ചെയ്യാം. ഇനി അരച്ച് വെച്ച ഉഴുന്നിലേക്ക് കോൺഫ്ലോറും അരിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. ഇനി ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ജിലേബിയുടെ ടേസ്റ്റും ഏറെക്കുറെ ലുക്കും ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡ് ജിലേബി പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു സിമിലർ കളറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ലൈറ്റ് ഓറഞ്ച് അല്ല, ഞാൻ കുറച്ച് ഡാർക്ക് ഓറഞ്ച് ആവാൻ പാകത്തിന് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കളർ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ലിക്വിഡ് കളറാണ്. ഇപ്പോൾ ചിലർക്ക് പൗഡർ കളറായിരിക്കും കിട്ടുന്നത്, അതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ലിക്വിഡൊക്കെ ആകുമ്പോൾ ഇച്ചിരിയും കൂടെ ക്വാളിറ്റി ഉണ്ടാകും. ആ പൗഡേർഡ് ഫുഡ് കളർ തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് കളറാണ്. ഇനി ജിലേബി ഫ്രൈ ചെയ്യാൻ ഓയിലിലേക്ക് ഇടുന്നതിന് മുമ്പ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഐസിങ് ബാഗ്സ് ഉള്ളവർക്ക് അതിനകത്തോട്ട് ആക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സിപ്പ് ലോക്ക് ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടെങ്കിൽ അത് ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇട്ടാലും മതി. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് പൈപ്പ് ചെയ്ത് ഡിസൈൻ ആക്കി കൊടുക്കാൻ പറ്റും. ഇനി ഫ്രൈ ചെയ്യാനൊരു പാനിൽ എണ്ണ ചൂടായതിന് ശേഷം ജിലേബിയുടെ ബാറ്റർ പതുക്കെ നന്നായിട്ടൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊക്കെ ഡിസൈൻ നന്നായിട്ട് അറിയാവുന്നവർക്കാണെങ്കിൽ ഇത് പ്രശ്നമൊന്നുമല്ല ഡിസൈൻ ചെയ്യാൻ. ഞാൻ ഈ കാര്യത്തിൽ ഇച്ചിരി മോശമാണ്, അതുകൊണ്ട് എൻ്റെ ഡിസൈൻ ഇങ്ങനെ വന്നുള്ളൂ. പിന്നെ തീ എപ്പോഴും കുറച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ പൈപ്പിംഗ് ബാഗ് കറങ്ങുമ്പോൾ തന്നെ ആ ജിലേബിയും കിടന്ന് കറങ്ങും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് ഇതിനകത്ത്. പക്ഷേ തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം പൈപ്പ് ചെയ്തിടാൻ, അപ്പോൾ എളുപ്പമായിരിക്കും. അങ്ങനെ ഓരോ ജിലേബിയും പൈപ്പ് ചെയ്തിട്ടിട്ട് അത് അത്യാവശ്യം ഒന്ന് ക്രിസ്പി ആവുന്ന ടൈമിൽ തന്നെ അത് എടുക്കുക. ചിലപ്പോൾ ഒന്ന് മറിച്ചിടേണ്ടി വരും. നിങ്ങൾക്ക് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ 2 സൈഡും മറിച്ചിടുക. എന്നിട്ട് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഡിപ്പ് ചെയ്യണം. ഇപ്പോൾ ജിലേബി ഷുഗർ സിറപ്പിലേക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് അത് കുറേ നേരം എടുത്ത് പൊക്കി വെച്ച് അതിൻ്റെ എണ്ണ കളയാനൊന്നും വെയിറ്റ് ചെയ്യരുത്. അത് ആ ചൂടോടെ തന്നെ, നല്ല എണ്ണ തിളച്ച ചൂടോടെ തന്നെ നേരെ ആ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്താലേ ആ സിറപ്പ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജിലേബി ഉണ്ടാക്കിയിട്ട് തോന്നും സിറപ്പ് ജിലേബിയുടെ ഉള്ളിൽ കയറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ റീസൺ ഇതാണ്. അത് ആറാനായിട്ട് 1 സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്ത് ഡയറക്റ്റായിട്ട് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജിലേബി റെഡിയായി. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജിലേബിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിവ്യൂസ് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ.